വളരെ ടാലന്റായ ഒരാൾ വേണം. കാളും അവൻ ഇന്റലിജന്റും സ്മാർട്ടുമായിരിക്കണം. എന്താ ഇത്? കൊടുങ്കാറ്റ് പോലെ ആയിരിക്കണം. അവനെ വെച്ച് വേണം ഞാനൊരു കളി കളിക്കാൻ. അവനൊരു ഭ്രാന്ത് പിടിച്ച് കൊടുങ്കാറ്റിനെ പോലെ ആയിരിക്കണം. അവനിങ് എത്തുമ്പോ സാമ്രാട്ടിന്റെ സാമ്രാജ്യം അടയാളമില്ലാതെ നശിപ്പിക്കും. പൊടി പോലെ ബാക്കി വെക്കാതെ മൊത്തത്തിൽ അവനെ നശിപ്പിച്ചിരിക്കും. സാമ്രാട്ടിന്റെ മേലെ അവൻ വയ്ക്കുന്ന ഉന്നം മിസ്സാവില്ല. എനിക്ക് അത്തരം ഒരു ആയുധമാണ് അത്യാവശ്യം. എവിടെയാണ് അവൻ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ബോസ്, ഏത് ടൈപ്പ് ആളെയാണോ ചോദിച്ചത് അതേ ടൈപ്പിൽ ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ചെല്ല്. ഇത് തിന്നാനാണോ ബോസ്? എന്തിനായിരിക്കും? എന്താ ഇങ്ങനെ കാണിക്കുന്നത്? അത് തന്റെ തലയിൽ വെക്കടോ. തലയിൽ വെക്കാനോ? എന്തിനായിരിക്കും? ഷൂട്ട്. ബോസ് എന്തായി പറയുന്നത്? അയ്യോ ബോസ്, ഇതിനു മുമ്പേ തന്നെ ഞാൻ കെട്ടാൻ പോകുന്ന പൊണ്ണ് വിധവയായി പോകും. Shut up. Now shoot. എന്നോട് കരുണ കാണിക്ക്. എന്റെ വെടിവെച്ച് കൊല്ലല്ലേ. ഞാൻ വെറും പാവാണ്. ഞാൻ ചത്തുപോയോ എന്തോ? ഇല്ല, ചത്തില്ല. ഇനി ആപ്പിള് തിന്ന. അയ്യോ, എവിടെ പോയി? Good. Very good. അവനെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. വാ വാ, എന്റെ പുറകെ വാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ? താങ്ക്സ് ലോട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Hands up. Don't move. ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്ക് മൂസയും അറിയില്ല. ചോദിച്ചാൽ നീ പറയില്ല അല്ലേ? നിന്നെ കൊണ്ട് പുറകേക്കേണ്ട രീതി ഞങ്ങൾക്ക് അറിയാവണം. ഞാൻ പറയുന്നത് സത്യമാ. എനിക്ക് ഒരു മൂസയും അറിയില്ല. മൂസയെ നിനക്ക് അറിയില്ലല്ലേ? ഞങ്ങളുടെ കൈവശം എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. നീ മൂസയെ കാണാൻ പോയി. സത്യം പറയടാ. ഗുഡ്, വെരി ഗുഡ്. ഇത്തരം ഒരാളാണ് എനിക്ക് വേണ്ടത്. മൂസയ്ക്ക് വേണ്ടത് ജീവൻ പോലും പണയം വയ്ക്കാൻ തുനിഞ്ഞവനായിരിക്കണം. ഇന്നു മുതൽ നീ എനിക്ക് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യാൻ പോകുന്നത്. എനിക്ക് മാത്രമായിട്ട്. ഓക്കെ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരാരും പോലീസുകാരല്ല. എല്ലാരും എന്റെ ആളുകളാണ്. മൂസയോടൊപ്പം ചേർന്ന് ജോലി ചെയ്യണമെങ്കിൽ
പരീക്ഷണങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഒരു കാര്യം നിന്റെ മനസ്സിൽ മാഞ്ഞു പോകാത്ത രീതിയിൽ എഴുതി കുറിച്ചു വെച്ചോ. എന്നോടൊപ്പം ഡബിൾ ഗെയിം കളിച്ചാലുണ്ടല്ലോ, അതിന്റെ ഫലം മരണമായിരിക്കും. ചാപ്റ്റർ ക്ലോസ്. നാളെ അറബിയിൽ നിന്ന് നമ്മുടെ ചരക്ക് വരുന്നുണ്ട്. സമ്രാട്ടിന്റെ ഗോഡൌണിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ചരക്ക് എന്റെ കയ്യിലെത്തണം. ഞാൻ പറഞ്ഞത് അതിനെ ഓവർടേക്ക് ചെയ്ത് കയ്യിലെടുക്കണം. ഈ തീക്കളിയിൽ എന്റെ ആളായിട്ട് അവിടെ ഒരുത്തനുണ്ടാകും. രാജ, നിങ്ങളാരും വിഷമിക്കണ്ട. ആ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് തന്നെ കരുതിക്കോ. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇത്രയ്ക്ക് നിസ്സാരമായിട്ട് പറയരുത്. രാജായ്ക്ക് ഇമ്പോസിബിൾ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. രാജയുടെ വാക്കും പിസ്റ്റലിൽ നിന്ന് വെളിയിൽ വന്ന ബുള്ളറ്റും ഒരിക്കലും ഫെയിൽ ആവില്ല. ഫെയിൽ ആയില്ലെങ്കിൽ അത് നല്ലത് തന്നെയാ. പക്ഷെ അറിയാതെ പോലും ആ സാമ്രാട്ടിന് മുമ്പിൽ ചെന്ന് പെടരുത്. അവര് നിന്നെ വെട്ടി കൊന്നു കളയും. സാമ്രാട്ടിന്റെ കണ്ണ് വെടിച്ച് അവനെ പറ്റിക്കുന്നത് എനിക്ക് എളുപ്പമുള്ള കാര്യമാണ്. ദിസ് ഈസ് കോൾഡ് റോയൽ ബംഗാൾ ടൈഗർ. അയ്യോ ബോസ്, എന്തായി പറയുന്നത്? ബംഗാൾ കടുവളെന്ന് വെച്ചാ ക്രിക്കറ്റ് കളിക്കാരല്ലേ? അയ്യോ, തെറ്റിച്ച് പറഞ്ഞതാ ബോസ്. ഇന്നലെ ഒന്ന് ചേർക്കൻ എന്നെ ബിസിനസ് പഠിപ്പിക്കാൻ വന്നിരിക്കുക. കിങ് ഈസ് ഹിയർ. ഇനി നിന്റെ ചാപ്റ്റർ ക്ലോസ് ആടാ മോനെ. ആഹാ, അവന്റെ ഒരു ധിക്കാരം കണ്ടില്ലേ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാടാ. സമ്രാട്ട് ഇപ്പൊ എന്ത് ചെയ്യും? ഇനി ഞാൻ ആരാണെന്ന് ആ സമ്രാട്ടിന് കാണിച്ചു കൊടുത്തേക്കാം. അവൻ ഇവിടെ ബിസിനസ് എങ്ങനെ ചെയ്യുന്നെന്ന് എനിക്കൊന്ന് കാണണം. അതിനെന്തിനാ ബോസ് ഗ്ലാസ് പൊട്ടിക്കുന്നത്? ഇവനാരാണ്? ആരടവൻ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നേ? നോക്കി നിൽക്കാതെ വണ്ടി എടുക്കണം, ഇടിച്ച് തെറിപ്പിക്കേ. പറ. സാമ്രാട്ടിന്റെ സാധനം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. സൂപ്പർ, സബാഷ് മോനെ സബാഷ്. അവനെ നീ കടത്തി വെട്ടിയില്ലേ? രാജ സാമ്രാട്ടിന്റെ കണ്ണിൽ പൊടിയിട്ട് അവനെ ഒരു പാഠം പഠിപ്പിച്ചു. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു. സമ്രാട്ട്, കിങ് ഈസ് ഹിയർ. സമ്രാട്ട്